ഇഷ്ടം പോലെ കാശും ഉണ്ട്. എന്നിട്ടെന്താ കാര്യം? എല്ലാവരും ഉണ്ട്, എങ്കിലും ആരുമില്ലാത്ത ഒരു അനാഥനെ പോലെ അങ്ങ് പോയി. ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹം കൊടുത്താൽ അത് തിരിച്ചു കിട്ടും. എല്ലാവരും കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ നരേന്ദ്രേട്ടന്റെ ഗതി വരും മനുഷ്യർക്ക്. സ്വന്തം മകളോടായിരുന്നു അദ്ദേഹത്തിന്റെ വൈരാഗ്യം. മകൾക്കും കുടുംബത്തിനൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ട സമയത്ത് ഒറ്റയ്ക്ക് ജീവിച്ച് ജീവിതം കളഞ്ഞു കുടിച്ചു എന്ന് പറയാം. ഇങ്ങനെ കുറെ ആളുകളുണ്ട്, വെറുപ്പും വിദ്വേഷവും വാശിയൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് ജീവിതത്തിന്റെ സന്തോഷം കളയുന്നവർ. മണ്ടന്മാരാ അവരവസാന ശ്വാസം വലിക്കുന്നതിന് മുന്നേ അത് മനസ്സിലാവും. അത് വിടാം. ഞാൻ ഓരോന്ന് പറഞ്ഞ് സാറിന്റെ മൂഡ് കളയുന്നില്ല. താൻ പറഞ്ഞത് കറക്റ്റാ. എന്താ സാറേ, നിർത്തിയോ? നിർത്തി. സച്ചിന്റെ പ്ലേറ്റ്. നടക്ക് വർഷേ. ചേച്ചി എനിക്ക് വേണ്ട. ഞാൻ ഫുഡ് എടുത്തുതരാം, നീ അവിടെ ഇരിക്കേ. മോളെ കഴിച്ചേ പറ്റുമോളെ. മതി. നല്ല മണം. വാ മോനെ. നല്ല ഇഡലി അല്ലടാ. രേവതി എടുത്തൊരു കൈപ്പുണ്യം അപാരം തന്നെ. എന്താടാ നീ മാത്രം മസാല ദോശ കഴിക്കുന്നേ? അതെ അച്ഛാ, അമ്മ സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നതാ. ബെസ്റ്റ്. അമ്മയെല്ലാം ഉണ്ടാക്കി തന്നെ, ബെസ്റ്റ് തന്നെ. അല്ല, നീ ഇഡലി കഴിക്കാറുണ്ടല്ലോ, പിന്നെന്താ? അല്ല അമ്മ, ഇവന് മസാല ദോശ വേണമെന്നൊരാഗ്രഹം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അതിനിപ്പോ എന്താ? അല്ലാതെ ഇവനെ ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ വേറെ ആരുമില്ലല്ലോ. അതിന് അമ്മ ഉണ്ടാക്കുന്നതാണോ ഇദ്ദേഹം ദിവസവും കഴിക്കുന്നേ? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ചന്ദ്രൻ നിർത്ത്. എന്താ ഇത്? ഭക്ഷണം കഴിക്കുമ്പോഴാ ഓരോന്നും. എല്ലാവരും കഴിക്കേ, ചുമ്മാ ഇരിക്കേ. അയ്യോ വർഷേ, പോട്ടെ. അയ്യോ വർഷേ, എന്താ? വെള്ളം എടുത്തുതരാം. കുറച്ച് കുടിച്ചേ, കുടിക്കോ. എന്താ മോനെ? അയ്യോ സുധി, അയ്യോ മോളെ പതുക്കെ. എന്താടാ, നീയും പ്രഗ്നന്റ് ആയ? പോടാ അവിടുന്ന്. വർഷ ഛർദിക്കുന്ന കണ്ടിട്ട് ഇവനെ ഓക്കാനും വന്നതാ. അവൾക്ക് ബാത്റൂമിൽ പോയി ഛർദിച്ചൂടെ? ഇവിടെ തന്നെ വേണോ? അത് അവള് കരുതി കൂടി ചെയ്തല്ലോ അമ്മേ, അത് വിട്ടുകളാ. അയ്യോ, ഇനി എനിക്ക് കഴിക്കാൻ വയ്യമ്മേ. അയ്യോ, എന്തൊരു കഷ്ടമായത്. മസാല ദോശ ഞാൻ ഇനി എങ്ങനെ കഴിക്കും? ആ ഫുഡും പാഴായി. മോനെ സുധി, നിക്ക്. അമ്മേ, അമ്മയുണ്ടാക്കി മസാല ദോശയെ വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരിക്കും. അതവന് പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഛർദിക്കുന്നതായിട്ട് ഡ്രാമ കളിച്ച് നൈസായിട്ട് മുങ്ങിയതാ. നിർത്തടാ. നിന്റെ കെട്ടിയോൾ ഉണ്ടാക്കിയതിനേക്കാൾ ടേസ്റ്റ് അതിനുണ്ട്. ഓ, ചിരിപ്പിക്കാതെ അമ്മേ. നീ വർഷയിൽ ഡോക്ടറെ കാണിച്ചില്ലേ? അച്ഛാ, ഇന്നലെ കാണിക്കാന്ന് കരുതിയതാ, പക്ഷെ അവള് വന്നില്ല. അതെന്താ അവള് വരാത്തെ? അല്ല, അത് പിന്നെ നല്ലൊരു ഡോക്ടറെ കൊണ്ടേ കാണിക്കണം. ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകണം.
അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. കാണിക്കാച്ച. വർഷേ വാ പോവാം. ചേച്ചി നമുക്ക് വേറൊരു ദിവസം പോയി, ഇന്ന് വേണ്ട. ഇന്ന് പോയെന്താ? സമയത്ത് കാണിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. എനിക്കിന്ന് പോണ്ട. ഹാ, ദേ വർഷേ പറയുന്ന കേക്ക്. വന്നേ, വന്ന് വണ്ടി കയറിയേ. ശ്രീകാന്തേ, സച്ചേട്ടാ ഒന്നുങ്ങ് വന്നേ. സച്ചേട്ടൻ വരട്ടെ, ഇപ്പൊ കാണിച്ചു തരാട്ടാ. എന്താ എടുത്തി? ആ ദേ ഇവള് വണ്ടി കയറുന്നില്ല, ചുമ്മാ വാശി പിടിച്ച് നിക്കാന്നേ. പക്ഷേ വന്ന് വണ്ടി കയറിക്കേ. ദേ നീ മിണ്ടി പോരുത്, എല്ലാത്തിനും നീയാ കാരണം. ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ഒക്കെ നടത്താറുള്ളതാ. ഏതി കുടിക്കണോന്നേ. ആ വന്നേ, വാ ഇങ്ങോട്ട് ചേച്ചി വരാൻ. ഇങ്ങോട്ട് നടക്കണ്ട വർഷേ. കേറിക്കെ, കേറ് കേറ്. ആ അയ്യോ അമ്മേ, എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ. അയ്യോ എന്തുപറ്റി? അമ്മേ. ലേബർ റൂമിലോട്ടല്ല പോകുന്നേ, ഡോക്ടറെ കാണിക്കാനാ. ഓവറാക്കാതെ മിണ്ടായി. സച്ചേട്ടാ മെല്ലെ പോയാ മതി കേട്ടോ. അതൊക്കെ എനിക്കറിയാം. വർഷ കൊള്ളാലോ. ഞാൻ കരുതിയതേ നിന്റെ മരുമക്കളില് ആദ്യം പ്രഗ്നന്റ് ആവുന്നത് രേവതി ആയിരിക്കുന്ന. രേവതി ആ പൂക്കാരി ആവാഞ്ഞത് ഭാഗ്യം. എന്റെ ശ്രീകാന്ത് അച്ഛനാവാൻ പോകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ അഹങ്കാരി വർഷ പ്രഗ്നന്റ് ആയതില്ല. അവൻ അച്ഛനാകണമെങ്കിൽ അവള് പ്രഗ്നന്റ് ആയല്ലേ പറ്റൂ. അമ്മ സമ്മാനമായി കൊടുക്കുന്ന സ്വത്തുവകകള് അവർക്ക് രണ്ടുപേർക്കും കിട്ടും. എന്റെ സുതിക്ക് കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് നടന്നില്ല. എന്തായാലും സച്ചിക്കും രേവതിക്കും കിട്ടിയില്ലല്ലോ, അതാ ഒരു ആശ്വാസം. അല്ല പിന്നെ നീ ഏലസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അത് കേട്ടിട്ട് ബലം കാണുന്നുണ്ടോ? ആ അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. ഭാര്യയെ അവനിൽ നിന്ന് അകറ്റാനാ ഞാൻ ആ ഏലസ് കെട്ടിയത്. അത് കെട്ടിയ ശേഷം അവൻ എന്നെ കണ്ടൂടാ. തൊട്ടേനും പിടിച്ചേനൊക്കെ ചാടിക്കടിക്കുക. ഞാൻ അവന്റെ 2 കൈയിലെ ഏലസഴിച്ച് ദൂരെ കളഞ്ഞു. അല്ലെങ്കിലേ ഇപ്പൊ ഞാനും അവനും കൂടി അകന്നേനെ. എന്തായാലും ശ്രുതി ഇനി അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് ഞാൻ തീരുമാനിച്ചതാ. അവന്റെ മനസ്സ് എങ്ങനെയെങ്കിലും ഞാൻ മാറ്റിയെടുക്കും. ശരിയെന്നാ ഞാൻ വരാം. നീ സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വാ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ പേടിക്കണ്ട, ആന്റി പോയി. അവള് പറഞ്ഞതൊക്കെ നീ കേട്ടു കാണുമല്ലോ. 2 ഏലസും ഗുണം ചെയ്തില്ല. നീ ആ വീട്ടിൽ കയറി പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടും. എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പൊ വർഷയിലാ. അവൾക്കും ശ്രീകാന്തിനുമേ കുഞ്ഞു പിറക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാ വീടിപ്പോ. വർഷ പ്രഗ്നന്റ് ആണെന്നോ? അപ്പൊ ചന്ദ്ര പറഞ്ഞു നീ കേട്ടില്ലേ? വർഷ പ്രഗ്നന്റാ. ഇപ്പൊ അത് കേട്ടപ്പോ നിനക്ക് സന്തോഷമില്ലാത്ത എന്താ? സന്തോഷക്കുറവൊന്നുമില്ല. സുധി അച്ഛനാവുന്ന കാണാനായിരുന്നു അവൾക്ക് ആഗ്രഹം. അത് നടക്കാതെ പോയി. അതൊക്കെ നടക്കും ആന്റി. ഇനി ആ വീട്ടിൽ കയറി പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് ആന്റി പറഞ്ഞല്ലോ. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ആ വീട്ടിൽ കയറി പറ്റും. അത് ഞാനേ തീരുമാനിച്ചതാ. അത് നടന്നിരിക്കും. അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. അതി പറഞ്ഞല്ലോ. എന്നാ ശരി ആന്റി, ഞാൻ പോവാ.
വർഷ പ്രഗ്നന്റ് ആയതില് അവൾക്കൊരു സന്തോഷവും ഇല്ല. അവൾ ആഗ്രഹിച്ചതൊന്നും നടന്നില്ലല്ലോ. അസൂയ അവൾക്ക്, അസൂയ. വല്ലാത്തൊരു പെണ്ണ് തന്നെ ഇത്. വർഷ വരൂ, ഒന്ന് നോക്കാം. ചെല്ലു. എന്താ വർഷയ്ക്ക് ഇത്ര ടെൻഷൻ? പേടിക്കണ്ട. സച്ചേട്ടന് വേറെ ഓട്ടം കാണില്ലേ? എന്തിനാ വെറുതെ കിട്ടുന്ന കാശ് കളയുന്നേ? ഞങ്ങള് വേറെ വണ്ടി വിളിച്ച് പൊയ്ക്കോളാം. സച്ചേട്ടൻ ചെല്ലേ. ഇമ്മാതിരി വർത്താനം പറഞ്ഞോ? ഹോസ്പിറ്റലാണെന്ന് നോക്കില്ല, പൊട്ടിക്കും ഞാൻ. അല്ല, നിന്നോട് ആരാ വരാൻ പറഞ്ഞേ? എനിക്ക് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കൂടുമായിരുന്നു. ഞാനൊരു രേവതി കൂടെ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അച്ഛനമ്മമാരാകുന്നവരെ വർഷയുടെ എല്ലാ കാര്യങ്ങളും അവളുടെ ചേട്ടനും ചേച്ചിയും കൂടെ നോക്കിക്കോളൂ. അപ്പോഴെന്താ ഞാൻ ഔട്ടായോ? നീ ഔട്ട്. പോയിട്ടോ. ഇരിക്കെ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും കുറച്ചുനാൾ റെസ്റ്റ് എടുക്കണം. ജോലികളൊന്നും ചെയ്യണ്ട. ആ, പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കണം. പച്ചക്കറികള്, പഴങ്ങള്, പാല് ഇവയെല്ലാം കഴിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. പിന്നെ ഞാൻ എഴുതി തന്ന മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കണം, കേട്ടോ? ഹാ, ഞാൻ തന്നോടായി പറയുന്നേ. താനിത് എവിടെയാ ശ്രദ്ധിക്കുന്നേ? വർഷേ, അമിതമായി ഭാരമുള്ള വസ്തുക്കൾ എടുക്കുന്നത് ഒഴിവാക്കണം. മതിയായ വിശ്രമവും ഉറക്കവും വേണം. ചെറിയ നടത്തം പോലുള്ള ലഘുവായ വ്യായാമങ്ങൾ ചെയ്യാം. പക്ഷേ ക്ഷീണം തോന്നിയാ അപ്പൊ വിശ്രമിക്കണം. ഡോക്ടർ, ഇവൾക്ക് ചെറിയൊരു പേടിയുണ്ട്. അതെ, ആദ്യ ഗർഭധാരണ ആയതുകൊണ്ട് ചെറിയ പേടിയും ആശങ്കയും ഒക്കെ സ്വാഭാവികം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. വർഷയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വന്ന് കാണണം. ഓക്കെ? ശരി ഡോക്ടർ, താങ്ക് യു. വാ വർഷേ. ഡോക്ടർ എന്താ പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും ഓക്കെയാ. രണ്ടുപേരുവോ? നിന്നെയോ ഡോക്ടറെ കാണിച്ചോ? എന്നെ എന്തിനാ കാണിക്കുന്നേ? ഞാൻ വർഷയുടെയും കുഞ്ഞിന്റെയും കാര്യം പറഞ്ഞേ. അതെ, ഞാനേ മെഡിസിൻ വാങ്ങിട്ട് വരാം. നിങ്ങൾ നിൽക്കേ. ഞാൻ വാങ്ങിച്ചോളാം. വേണ്ടേട്ടാ, ഞാൻ വാങ്ങിട്ട് വരാം. ഞാൻ വാങ്ങിച്ചോ, കുഴപ്പം. ഇനി ഹോസ്പിറ്റലിൽ വരുമ്പോ സച്ചേട്ടനെ കൊണ്ടുവരത്തില്ല, നോക്കിയോ? അതിന് നിന്നെ ആരും കൊണ്ടുവരുന്നു? അല്ലേ രേവതി? അതെ അതെ. അതുകൊണ്ടോ? ഞാൻ വാങ്ങിട്ട് വരാം. സച്ചേട്ടൻ നീ നോക്കണ്ട, ഈ കാര്യങ്ങളൊക്കെ സച്ചേട്ടൻ തന്നെ ചെയ്തോളൂ. ചിരിയല്ല, ദേഷ്യം വരുന്ന എനിക്ക്. നീ വേഗം വന്നല്ലോ. ഭാമാനെ കണ്ടില്ലേ? കണ്ടിരുന്നു. അതെ, നല്ലൊരു വിശേഷമുണ്ട്. എന്ത് വിശേഷം? സുധി നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചോ? കളിക്കല്ലേ, നീ കാര്യം പറ. ആ വർഷ പ്രഗ്നന്റാ. ആ, അത് കലക്കി. അവളാള് കൊള്ളാലോ. വീട്ടില് എല്ലാരും അതിന്റെ സന്തോഷത്തിലാ. പിന്നെ സന്തോഷം കാണില്ലേ? ഈ സമയത്ത് നീ അവിടെ വേണമായിരുന്നു.
എല്ലാവരുടെയും ശ്രദ്ധ വർഷയിലായിരിക്കും. എല്ലാരും കുഞ്ഞുണ്ടാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ മുഴുകും. പതിയെ പതിയെ എന്നെ എല്ലാരും മറക്കും. ഇപ്പോഴേ നിന്നവര് മറന്ന ലക്ഷണോ? പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, ഒന്നും നടക്കുന്നില്ലല്ലോ. ഒരു ഐഡിയ മനസ്സിൽ വരുന്നുണ്ട്. പറയൂ, അത് വർക്കൗട്ട് ആവുമെന്ന് ഞാൻ കേട്ടിട്ട് പറയാം. ഞാനും പ്രഗ്നന്റ് ആണെന്നങ്ങ് പറഞ്ഞാലോ? അതിന് നീ പ്രഗ്നന്റ് അല്ലല്ലോ. കള്ളം പറയണം. വീണ്ടും കള്ളം. നിനക്ക് ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ ശ്രുതി. ഇപ്പൊ കുട്ടി വേണ്ടാന്ന് ശ്രുതി ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം ശ്രുതിക്കുണ്ട്. അവന്റെ കുഞ്ഞായിരിക്കണം ആ വീട്ടിൽ ആദ്യം പിറക്കുന്നെന്നുള്ള ആഗ്രഹം ആന്റിക്കും ഉണ്ട്. ഞാൻ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ അവരുടെ മനസ്സ് മാറും. കഴിഞ്ഞതെല്ലാം മറന്ന് അവരെന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന എന്റെ മനസ്സ് പറയുന്നേ. നല്ല ഐഡിയ ആണ്. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വീട്ടിലെത്തിയതിനു ശേഷം എത്ര നാൾ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കും? നീ കള്ളം പറഞ്ഞതാണ്, നീ പ്രഗ്നന്റ് അല്ല എന്ന സത്യം ഒരു നാൾ അവരറിയും. വീണ്ടും നിന്നെ അവർ ചവിട്ടി പുറത്താക്കില്ലേ? അവിടെ കയറിപ്പറ്റി 2-3 ആഴ്ച കഴിയുമ്പോ അബോഷനായി എന്നുള്ള ഡ്രാമ കളിച്ച് അവരെ വിശ്വസിപ്പിക്കാം. അല്ല ശ്രുതി, അവര് വിശ്വസിക്കോ? അതോ നിന്റെ ആ കള്ളത്തിനും പിടിക്കപ്പെടുവോ? അവിടെയുള്ളത് മണ്ടന്മാരല്ലേ, അവരത് വിശ്വസിച്ചോളൂ. നീ പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെ അവരെ അറിയിക്കും? അത് അതെ, നമുക്ക് ഭാമാന്റിയോട് പറയാം. അവരത് വീട്ടിൽ ചെന്ന് പറഞ്ഞോളൂ. ഭാമാന്റി പറഞ്ഞ ആന്റി വിശ്വസിക്കും. വർഷയ്ക്ക് മുമ്പേ ഞാൻ പ്രഗ്നന്റ് ആയിന്ന് പറയാം. ആദ്യം ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നവർക്കേ അച്ഛമ്മയുടെ സ്വത്ത് സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷയ്ക്ക് മുന്നേ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ ആ സ്വത്ത് ഞങ്ങൾക്ക് എഴുതി തരും. അത് ഡെലിവറി കഴിഞ്ഞില്ലേ എഴുതി തരുന്നത്? അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്ങനെയെങ്കിലും അത് നേരത്തെ എഴുതി വാങ്ങാൻ നോക്കണം. ഭയങ്കര ബുദ്ധി തന്നെ. നീ ഇപ്പൊ ഭാമാന്റിയുടെ വീട്ടിൽ പോയി വന്നതല്ലേ ഉള്ളൂ. നേരത്തെ പ്രഗ്നന്റ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അപ്പ പറഞ്ഞില്ല എന്ന് ഭാമാന്റി ചോദിക്കില്ലേ? അപ്പൊ എന്ത് പറയും? അതിനെന്തേലും കള്ളം പറയാം. എന്ത് കള്ളം? അതൊക്കെ പിന്നെ ആലോചിക്കാം. ഞാൻ എന്ത് പറഞ്ഞാലും ആ മണ്ടി വിശ്വസിച്ചോളൂ. ആ പറഞ്ഞത് ശരിയാ. മൈമേ, മൈമേ, എന്താ മധുവേട്ടാ? ഇങ്ങ് വന്നേ. അല്ല, നിങ്ങളിത് എവിടെ പോവാ? ഞാനൊരിടം വരെ പോവാ. അത് സർപ്രൈസാ. നിങ്ങള് വർഷയെ കാണാനേ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വരാത്തത് നന്നായി. അവള് സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്. അവിടെ പോയി കണ്ടോ? അല്ലെങ്കിൽ വിളിച്ച് വേറെ എവിടെയെങ്കിലും വരാൻ പറയ്. ആ വീട്ടിലേക്ക് ഇനി ഞാനും പോകുന്നില്ല. എന്തു പറ്റി? ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അവർക്കത് പിടിച്ചില്ല. അവരെല്ലാരും കൂടെ എന്റെ നേരെ ചാടി കടിക്കാൻ വന്നു. നീ എന്താ അവിടെ ചെന്ന് പറഞ്ഞത്? ഞാൻ അവിടെ ചെല്ലുമ്പോ മോള് നല്ല സന്തോഷത്തിലായിരുന്നില്ല. എന്തു പറ്റി? ശ്രീകാന്ത് നിന്നെ വല്ലതും പറഞ്ഞോന്ന് ഞാൻ ചോദിച്ചു. സച്ചി നല്ല മറുപടി തന്നാണു അല്ലേ? നീ വേറെന്താ പറഞ്ഞത്? ഈ വീട്ടിലെന്നും അടിയും പിടിയല്ലേ, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം വേണ്ടേ, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു, അവിടെ താമസിക്കാന്ന് പറഞ്ഞു. പിന്നെ നീ എന്താ പറഞ്ഞത്? ഈ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണണം, കൂടെ തന്നെ ഒരാളും വേണം, അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. നീ പറഞ്ഞതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ മകളുടെ നല്ലതിന് വേണ്ടിയാ സംസാരിച്ചേ. അങ്ങനെയാണെങ്കിലേ നീ മകളോട് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാല് അവര് പ്രതികരിക്കില്ലേ? നീ ശരിക്കും അവരെ ഇൻസൾട്ട് ചെയ്യായിരുന്നു.
നീ പറഞ്ഞത് ശരിയായില്ല മഹിമേ. അവര് നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാതിരുന്നത് ഭാഗ്യമാണെന്ന് കരുതിയാ മതി. അവരങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവരെ തെറ്റു പറയാനും പറ്റില്ല. എന്താ നോക്കുന്നേ? അല്ല, നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നേ? ആ വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും അവിടെ ഉള്ളവര് ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിപ്പിക്കാനും വേണ്ടി എന്നെ തള്ളിവിടുന്ന ആളല്ലായിരുന്നോ നിങ്ങള്? ഇപ്പോ നിങ്ങൾ എന്താ അവരുടെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത്? ദേ മഹിമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലിൽ നീ അവിടെ ചെന്ന് ഇതുപോലെ സംസാരിക്കരുത്. മകളെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല, പക്ഷേ ആ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്യരുത്, കൊച്ചാക്കരുത്. പഴയതുപോലെ അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലേ ഞാൻ അറിഞ്ഞ എന്റെ വിധം മാറും. ഞാൻ പിന്നെ മനുഷ്യനായിരിക്കില്ല. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നത്? വിശ്വാസം വരുന്നില്ലേ? പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ചോദിക്കാനാണ് വന്നതെങ്കിൽ വർഷയുടെ അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല. എന്റെ സ്വഭാവം തനിക്കറിയാലോ. പഴയ കാര്യങ്ങൾ കുത്തി പൊക്കാനല്ല ഞാൻ വന്നത്. പഴയ കാര്യങ്ങളൊക്കെ മറന്ന ഞാൻ ഇവിടെ വന്നത്. എനിക്ക് രവിയോട് അസൂയ തോന്നുക. എന്ത് നല്ല മനസ്സാ നിങ്ങളുടേത്. എന്താ നിങ്ങളുടെ മനസ്സിൽ? നമ്പർ ഇറക്കിയുണ്ടല്ലോ. ഞങ്ങളെന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? അഭിനയൊക്കെ മതിയാക്കി ഇറങ്ങി പോവാൻ നോക്ക്. ഇത് അഭിനയമല്ല, ഞാൻ ഹൃദയത്തിൽ തട്ടി പറയുന്നതാ. എനിക്ക് തെറ്റ് സംഭവിച്ചു. അതിന് നിങ്ങളോടൊക്കെ ക്ഷമ പറയാനും എന്റെ മോളെ കാണാനും വേണ്ടിയാണ് ഞാൻ വന്നത്.